ദില്ലിയിൽ പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയതിൽ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ആർ ശ്രീകുമാർ അടക്കം 3 പേർക്കെതിരെ നടപടി വരും. അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ആർ ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്തേക്കും. സ്ഥലം മാറ്റവും പരിഗണനയിലുണ്ട്. ശ്രീകുമാറിനാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രോട്ടോകോൾ ചുമതല ഉണ്ടായിരുന്നത്. ശ്രീകുമാറിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ചീഫ് സെക്രട്ടറിക്കും റിപ്പോർട്ട് കൈമാറും. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ, റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകുമാറിന് പറ്റിയ വീഴ്ചകൾ എന്തൊക്കെയെന്നാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്? ശ്രുതി കീർത്തന, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ദില്ലിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വിമാനം, ഇൻഡിഗോ വിമാനം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. അത് പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ഏകോപനം ഇല്ലായ്മയാണ് ഈ സംഭവത്തേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അന്ന് പ്രതിപക്ഷ നേതാവിനെ വിമാനത്താവളത്തിൽ എത്തിയ ശേഷം പ്രോട്ടോകോൾ ഓഫീസർ ആർ ശ്രീകുമാർ അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ ആശയവിനിമയങ്ങൾ ഉണ്ടായില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇമെയിൽ സന്ദേശം ഇൻഡിഗോയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ അത് കിട്ടിയോ എന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പം വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശയവിനിമയത്തിലടക്കം കൃത്യമായ പാളിച്ചകൾ ഉണ്ടായി. ബഗ്ഗി സർവീസ് ഏർപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് റെസിഡന്റ് കമ്മീഷൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നടപടി ഉണ്ടാകും എന്നാണ്. ആർ ശ്രീകുമാറിന് എതിരെ അടക്കം നടപടി, 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ ഒരാൾക്ക് സസ്പെൻഷനും ബാക്കിയുള്ളവർക്ക് മറ്റു നടപടികളും ഉണ്ടാകും എന്ന സൂചന പുറത്തേക്ക് വരുന്നത്. അതായത് വലിയ തരത്തിലുള്ള കൃത്യരൂപം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യമാണ് പിണറായി കഴിഞ്ഞ ദിവസം ദില്ലിയിലേക്ക് എത്തിയത്. അതിന് പിന്നാലെയാണ് ഈ മടക്കയാത്ര ഈ പ്രതിസന്ധി ഉണ്ടായത്. പിന്നീട് അദ്ദേഹം കണ്ണൂർക്ക് മറ്റൊരു ഫ്ലൈറ്റ് എടുത്ത് പോവുകയായിരുന്നു. ഏറെ സമയം ദില്ലി വിമാനത്താവളത്തിൽ കാത്തിരിക്കേണ്ട സാഹചര്യം അടക്കം ഉണ്ടായി. ഇന്നലെ പ്രധാനപ്പെട്ട യോഗങ്ങളൊക്കെ കേരള ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കിയിരുന്നു. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആൾക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടൻ കൈമാറും എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് കേരള ഹൗസ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകും എന്ന വിവരമാണ് ലഭിക്കുകയും ചെയ്യുന്നത്. ശരി, അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ആർ ശ്രീകുമാർ ഉൾപ്പെടെ 3 പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. നോബൽ മാരിക്കാരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.